ഹലോ ഗായ്സ്, അപ്പം ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇപ്പം എൻ്റെ കയ്യിൽ മൈക്കൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാൻ ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടാണ് വീഡിയോ ഇടുന്നത്. അധികം പറഞ്ഞ് വലിപ്പിക്കുന്നൊന്നുമില്ല. സോ ഐം ഗെറ്റിംഗ് ഇൻ ടു മൈ വീഡിയോ. സോ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന കുറച്ച് വർക്ക് ഫ്രം ഹോം ഗാഡ്ജറ്റ്സ്. ഐ ഹോപ്പ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ വർക്കിംഗ് ഫ്രം ഹോം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ ചെറിയ പൈസയുടെ കുറച്ച് ഗാഡ്ജറ്റ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. തന്നെ നിങ്ങൾക്ക് കാണാം എൻ്റെ ഫോണിലിരിക്കുന്ന ഈ സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡിനെ പറ്റി അധികം പറയാനൊന്നുമില്ല. ഇത് പോട്രോണിക്സിൻ്റെ സ്റ്റാൻഡാണ്. മിക്കവരിൽ ഉണ്ടാവുന്ന സ്റ്റാൻഡാണിത്. എങ്കിലും ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡ് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ബൈ സ്റ്റാൻഡാണ്. അണ്ടർ 200 എന്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് മെറ്റാലിക് ബിൽഡാണിത്. നമുക്ക് ഈ സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചാർജർ കണക്ട് ചെയ്യും. ഈ സ്റ്റാൻഡിൽ ഇഷ്യൂ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഈ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോട്രോണിക്സ് തന്നെ ഒരു 50-100 റേറ്റ് എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡ് നമുക്ക് ലഭിക്കുന്നതാണ്. സോ ഇത് രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളെല്ലാവരും പോയി മേടിക്കണവരൊക്കെ മേടിക്കുക. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ നൈഫിനെ പറ്റിയിട്ടാണ്. സോ നൈഫ് അത്ര ഷാർപ്പല്ല, പക്ഷെ കാണാൻ നല്ല രസമുള്ള ഒരു നൈഫാണ്. പിന്നെ ഇങ്ങനെ ഫിഡ്ജറ്റ് ചെയ്ത് കളിക്കാനായിട്ടും കൊള്ളാം. അപ്പോൾ വർക്ക് ഫ്രം ഹോം ഗാഡ്ജറ്റ് എന്ന് പറയുന്നത് വർക്ക് ഫ്രം ഹോമിൻ്റെ ബോറടിക്കും, ഇടക്കിടക്ക് നിന്ന് ഫിഡ്ജറ്റ് ചെയ്ത് കളിക്കലാണ് എൻ്റെ പരിപാടി. നൈഫിനോട് താല്പര്യമുള്ളവർ ഓരോ ഡെക്കറേറ്റീവ് പീസ് നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ നൈഫ് മസ്റ്റ് ബൈ ആണ്. ഇതും അണ്ടർ 200-150 റേഞ്ചിലാണ് വരുന്നത്. പല ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ മേടിച്ച ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഫാനിനെ പറ്റിയിട്ടാണ്. ഫാൻ ഞാനിപ്പോൾ ഉപയോഗിക്കാറില്ല. ഞാൻ ആക്ച്വലി ചൂടുകാലത്ത് മേടിച്ചതാണ്. അത്യാവശ്യം റേറ്റ് ഉണ്ട്. 1500 അടുത്ത് റേറ്റും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഒരു സ്പോഞ്ച് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്പോഞ്ചിൻ്റെ അകത്ത് നമുക്ക് സ്പ്രേ അടിച്ചിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഫാൻ കറങ്ങുമ്പോൾ നമുക്ക് ആ സ്പ്രേയുടെ സ്മെല്ല് വരും. അതുപോലെ തന്നെ ഈ 2 CPU ഫാനാണ്. സോ നല്ല തണുത്ത കാറ്റ് വരും. അത്ര വലിയ കാറ്റില്ലെങ്കിൽ നല്ല തണുത്ത കാറ്റായിരിക്കും. സോ ചൂട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് USB പ്ലഗ് ഇൻ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാറ്റ് കിട്ടും. അപ്പോൾ നമുക്കൊരു ചോദ്യം, ഈ USB അധികം ലാപ്ടോപ്പിൽ ഇല്ലല്ലോ. സോ അതിനുവേണ്ടി ഞാനൊരു USB ഹബ്ബ് മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, ബിക്കോസ് USB ഹബ്ബ് എന്താണെന്ന് എല്ലാവരും പറയും. Type-C USB ഹബ്ബും പിന്നെ എക്സ്ട്രാ USB പോർട്സും വരുന്ന USB ഹബ്ബ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്യാം. സോ ഈ ഫാനിനെ പറ്റി എനിക്ക് അധികം പറയാനൊന്നുമില്ല. ജസ്റ്റ് എ ഫാൻ, ജസ്റ്റ് എ സിമ്പിൾ ഫാൻ. ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. പിന്നെ ഇതുവരെ കംപ്ലൈൻ്റ് ആയിട്ടില്ല. ഇപ്പോഴും വർക്കിംഗ് ആണ് സംഭവം. നല്ല കാറ്റും കിട്ടുന്നുണ്ട്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് എ ഷോർട്ട് വീഡിയോ. ഇനിയും ഞാൻ ഈ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാൻ ചാനലിൽ. So see you guys. Bye bye.